ക്രിസ്മസ് ആയ പിന്നെ മൊത്തത്തിൽ സെലിബ്രേഷൻ ആണല്ലേ. സ്കൂളിലൊരു സെലിബ്രേഷൻ, ട്യൂഷൻ ക്ലാസ്സിലൊരു സെലിബ്രേഷൻ, എൻ്റെ വീട്ടിലും ചെറിയൊരു രീതിയിൽ സെലിബ്രേഷൻ ഉണ്ട്. കാരണം എൻ്റെ വീടൊരു ചെറിയൊരു ട്യൂഷൻ ക്ലാസ് ആണ്. അപ്പോൾ എൻ്റെ ട്യൂഷൻ കുട്ടികളെല്ലാം വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. അതിൻ്റെ ഇടയിൽ ഇത് നന്നുവിൻ്റെ ബലൂൺ വീർപ്പിക്കേണ്ട ഐഡിയ കേട്ടോ കാണുന്നത്. കുട്ടികളൊക്കെ ഓരോരുത്തർ രണ്ടുപേരും കൂടി വരാനുണ്ട് കേട്ടോ. ആ ഗ്യാപ്പിൽ ഞങ്ങൾ കുറച്ച് നേരം ഫുട്ബോളൊക്കെ കുട്ടികളെ പുറത്തിറക്കി ഫുട്ബോളൊക്കെ കളിച്ചു കേട്ടോ. അപ്പോൾ നന്നുവിൻ്റെ മുന്നേലും ട്യൂഷൻ ക്ലാസ്സിൽ സെലിബ്രേഷൻ കഴിഞ്ഞ് അവർ വന്നു കേട്ടോ. അപ്പോൾ ഇവിടെയും ഞങ്ങൾ ചെറിയൊരു ലോട്ടൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ക്രിസ്മസ് ഫ്രണ്ടിനെയൊക്കെ നേരത്തെ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും ഞാൻ ജിംഗിൾ ബെൽസ് ഒക്കെ പാടി ഞാൻ കേക്കൊക്കെ കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും അത് കഴിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ സോഫ്റ്റ് ഡ്രിങ്ക്സ് ആട്ടോ ഞാൻ കൊടുത്തത്. കാര്യം ചായ ആകുമ്പോൾ അവർക്ക് ഇത്തിരി കൂടി ചായനേക്കാളും താല്പര്യം സോഫ്റ്റ് ഡ്രിങ്ക്സ് ആയതുകൊണ്ട് അത് ഞാൻ ഗ്ലാസ്സിൽ എല്ലാവർക്കും ഒഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാവരും കുടിക്കുകയാണ്. അതിനിടയിൽ അവർ റാൻഡംലി ഗിഫ്റ്റ് എക്സ്ചേഞ്ച് ചെയ്യുക കേട്ടോ. അവർക്ക് അറിയാം അവരുടെ ക്രിസ്മസ് ഫ്രണ്ട് ആരാന്ന്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ക്രിസ്മസ് ഗിഫ്റ്റൊക്കെ എക്സ്ചേഞ്ച് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവരും ഹാപ്പിയായി. എല്ലാവരുടെയും മുഖത്തൊരു സന്തോഷം കാണാനുണ്ട്. അതിനുശേഷം ഗിഫ്റ്റ് അൺറാപ്പ് ചെയ്യുന്നതാട്ടോ. അതെല്ലാവരും ഓരോരുത്തർ അവരൊരു ഗിഫ്റ്റ് അൺറാപ്പ് ചെയ്യാണ് കാണുന്നത്. ഓരോന്ന് നോക്കുകയാണ്. എല്ലാം ഒരു ക്രിസ്മസ് വൈബായിരുന്നു കേട്ടോ. അത് ഡ്രോയിങ് ബുക്കാട്ടോ. അങ്ങനെ മൊത്തത്തിൽ നല്ല ഒരു വൈബാണ്. വില്ലന്മാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്ട്രീം. എൻ്റെ നന്നുമുന്നേക്കാളും വില്ലന്മാരായിട്ടുള്ള കുഞ്ഞുങ്ങളാട്ടോ എൻ്റെ ട്യൂഷൻ സ്റ്റുഡൻസ് എന്ന് പറയുന്നത്. അവരുടെ വികൃതിയൊക്കെ ഞാൻ ഒരു പരിധിയിലപ്പുറം ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഏറ്റവും വലിയ ഗിഫ്റ്റ് കിട്ടിയത് അവനാട്ടോ. അപ്പോൾ അവൻ്റെ ഗിഫ്റ്റ് എന്താണെന്നറിയാൻ എല്ലാവരും ആകാംക്ഷയോടെ നോക്കിയിരിക്കുന്ന കേട്ടോ കാണുന്നത്. അപ്പോൾ അവന് 2 ബോക്സിലൊക്കെ ആയിട്ടാട്ടോ ഗിഫ്റ്റ് കിട്ടിയത്. അപ്പോൾ അവനും ഹാപ്പിയായി. എല്ലാവരും അങ്ങനെ ഹാപ്പി ആയിട്ടോ. അങ്ങനെ അവൻ്റെ മുഖത്തെ സന്തോഷം നോക്ക്. എല്ലാവരും ഡ്രിങ്ക്സൊക്കെ കുടിച്ച് കേക്കൊക്കെ കഴിച്ച് അങ്ങനെ ഞങ്ങൾ എൻജോയ് ചെയ്യുകയാണ്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും അൺബോക്സ് ചെയ്ത് എല്ലാവർക്കും ഗിഫ്റ്റ് കിട്ടി. എല്ലാവരും ഹാപ്പി ആയിട്ടോ. അവരവരുടെ രീതിയിൽ എല്ലാവരും ഹാപ്പിയായി. എന്നിട്ട് ഞങ്ങൾ മൊത്തത്തിലൊരു വൈബ്, നല്ല അടിച്ചുപൊളി പാട്ടൊക്കെ ഇട്ട് തുള്ളലായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഇനിയും ഉണ്ട് കേട്ടോ ഞങ്ങളുടെ ക്രിസ്മസ് സെലിബ്രേഷൻ്റെ വിശേഷങ്ങൾ പറയാനായിട്ട്. പുറകെ വരാം. അപ്പോൾ ഇഷ്ടമായി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.